ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഡിയുടെയും ഐടിയുടെയും റെയ്ഡ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ അവിടെ പരിശോധന നടക്കുന്നു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായുണ്ട്. ഈ പരിശോധന നടക്കുന്നത് മറ്റിടങ്ങളിലല്ല. അതായത് റിച്ച്മൗണ്ട് സർക്കിളിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടറാണത്. ആ ഹെഡ്ക്വാർട്ടറിനകത്താണ് പരിശോധന നടക്കുന്നത്. അവിടെയാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വസതിയും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആ ഒരു ഓഫീസിനകത്താണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകൾ, ആ ഇടപാടുകളുടെ രേഖകളാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ ഏറെക്കുറെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും പരിശോധനയ്ക്കായി ജീവനക്കാരെത്തുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെത്തുന്നു. അത് രാവിലെ മുതൽ തന്നെ ഈ പരിശോധന തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും വലിയ മാനസിക പ്രയാസത്തിലേക്ക് CJ ജോയ് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ രീതിയിലാണ്. എന്തായാലും ഇതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാരൊക്കെ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇതാണ്. മറ്റെന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ബിസിനസ് രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തകർച്ചയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തതയില്ല. ആ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയില്ല. എന്തായാലും പോലീസ് ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് പോലീസിന്റെ ഒരു വേർഷൻ എന്തായാലും വരേണ്ടതുണ്ട്. കാരണം അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ, അശോക് നഗർ പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടക്കുന്നു, മേൽ നടപടികളെല്ലാം തന്നെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് പോലീസ് പറയുന്നത് പ്രാഥമികമായി, അല്ലാതെ എന്താണ് പോലീസിന് നൽകാൻ കഴിയുന്ന ഒരു വിവരം എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയേണ്ടതുണ്ട്. നമുക്കെന്തായാലും നിലവിൽ ലഭിക്കുന്നത് ഈ രീതിയിലുള്ള വിവരങ്ങളാണ്. പരിശോധനയ്ക്കിടെ വലിയ മാനസിക പ്രയാസം ഉണ്ടാകുന്നു. അതാണ് ഈ പറഞ്ഞ ഒരു ദാരുണമായ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നുണ്ട്. മാത്രമല്ല പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.